ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു UGS ഗോൾഡ് ലോൺ, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. ഭയങ്കര വാക്കുകളൊക്കെ ഭയങ്കര ചടുലമായിട്ടുള്ള ഒരു ഞാനാണല്ലേ ഇത്. നാക്കുളുക്കോ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പോവോ നാക്കള്? ചില വാക്കുകളെ കിടക്ക് കെട്ടായി പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഒരു ടങ് സ്ലിപ്പ് കൊടുക്കുന്നുണ്ട്, പറയാൻ പറ്റുമോ? ആരാ പറയാ, ഇതിൽ ആരാണ് അതിന്റെ ഇത് എനിക്ക് കിട്ടുമെന്നുള്ളതാണോ? സുഭാഷ് നന്നായി പറയും. പിന്നെ അതുപോലെ തന്നെ സഞ്ജയേട്ടൻ വളരെ നന്നായിട്ട് പറയും. ഇല്ലേ, വളരെ പ്രത്യേകം പറയാറുണ്ട്. ആനന്ദു അതൊക്കെ സ്ഥിരമായിട്ട് ആളാണ്. അതായത് ഇത് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഇതെനിക്ക് വായിക്കുമ്പോഴേ ചിരി വരും. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. അത് സ്പീഡിൽ 3 വട്ടം പറയണം. മുരളി മുരളി കളരി പഠിച്ചു. അല്ല തീർന്നോ? വേറെ ഒരു ട്രെയിൻ ഇല്ലേ? ഒളരിയിലെ മുരളി കളരി പഠിച്ചു. അല്ല ജസ്റ്റ് പറഞ്ഞു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. നിർത്താൻ പാടില്ല. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. എന്നാ അടുത്ത ഒന്നും കൂടെ. ലോറി റോഡിലിറങ്ങി. ലോറി റോഡിലിറങ്ങി. ഈ കളിക്ക് ഞാൻ ലോഡ് രവേട്ട നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ്. അത് സ്പീഡ്. ലോറി റോഡിലിറങ്ങി. ലോറി റോഡിലിറങ്ങി. റോഡിലിറങ്ങി. അതിന്റെ ഇടയിൽ ഇങ്ങനെ കട്ടിങ് ഷേവിങ് ഉരുണ്ട കുരുമുളക് ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ? ഉരുണ്ട കുരുമുളക് ഉരുളുമോ? ഉരുണ്ട കുരുമുളക് ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ? ഉരുണ്ട കുരുമുളക് ഉരുളുമോ? ഒറ്റ തവണ. ആര്? അതെ, ഞങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചു ഞാൻ ചോദിക്കും അപ്പൊ പറയണമെന്ന് പറഞ്ഞു. എന്നോട് ഇതന്നെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു. ഒന്ന് ഇട്ടുകൊടുത്തേ. ഹരിഹരൻ സാറിന്റെ കൂടെ ഒരു ബാൻഡില് വയലിൻ വായിക്കുന്ന ആളാണ്. അത് ചില്ലറക്കാരനല്ല, അസാധ്യ സിംഗറാണ്. എന്നാലും പാടും ചെയ്യും, മൃദംഗം വായിക്കും. നമുക്ക് വയലിനിലൊരു സാധനം എന്താ
ഭജന എന്ന് പറയുമ്പോൾ, ഭജൻസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഗാനമേള അവതരിപ്പിക്കുന്ന പോലെയല്ല, ഭക്തി. അപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കാണികൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ഭക്തിയിൽ ഓരോരോ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടാവില്ല, അവരുടെ ഫീലിങ്സ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടില്ലേ? നിങ്ങളുടെ സ്റ്റേജിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒത്തിരി ഒരുപാട് ഞങ്ങൾക്ക് ഈ അവതരിപ്പിച്ചൊരുതരം വേദികളിലൊക്കെ അങ്ങനെയുള്ളൊരു ഇതൊരു വൈബാണല്ലോ. ആ ഒരു ഭക്തിയുടെ ആ ഒരു പാരമ്പര്യം കൊണ്ടുണ്ടാവുന്നൊരു വൈബ്രേഷനാണ്. അപ്പോൾ ചില ആളുകൾക്ക് അത് ഭക്തി സങ്കടമായിട്ടാവും, കാരണം അവരുടെ വലിയ വിഷമങ്ങളാവും, അത് ഭഗവാനോട് പറയുന്ന രീതിയാവും, അവരുടെ പ്രാർത്ഥനയാവും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചില ഭജൻസിൽ പറഞ്ഞ അവർക്ക് അവരുടെ ആ ഒരു മനസ്സിലെ സന്തോഷം, ഭജൻസ് അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ ഒരു അവസ്ഥയിലെത്തുന്നുണ്ട്. അപ്പോൾ അവരും ആഹ്ലാദിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ രണ്ട് രീതിയിലും ഇതിനെ ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ട് കേൾക്കുന്ന പാട്ടുകളുണ്ട്, വളരെ നൈസ്, നമുക്ക് മനസ്സിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗാനങ്ങളും നമ്മൾ ആലപിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ 3 രീതിയിലുള്ള ഒരു വൈബും അവിടെ വരാറുണ്ട്. ഭക്തിയുടെ 3 ഇതാണല്ലോ, ഒന്ന് മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന ഭക്തി, ഒന്ന് സന്തോഷം കൊണ്ട് അർപ്പിക്കുന്ന ഭക്തി, ഒന്ന് സങ്കടത്താൽ അർപ്പിക്കുന്ന ഭക്തി. 3 രീതിയിലുള്ള ഭക്തി. ഒന്ന് നാദം കൊണ്ട് ഉപാസിക്കുന്നു, ഞങ്ങൾ നാദം കൊണ്ട് ഉപാസിക്കുന്നു, അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നു. അപ്പൊ ഈ പമ്പാ ഗണപതിയൊക്കെ ഭയങ്കര നല്ല വൈബ് കൊടുക്കുന്ന ഒരു സോങ് അല്ലേ? ഇപ്പൊ അതാണ് ട്രെൻഡായി നിൽക്കുന്ന സംഭവം. നമുക്കെന്നാ അതിലേക്കും കൂടെ ഒന്ന് പോകാം. പമ്പാ ഗണപതി ആരിന്റെ അധിപതി ഒമ്പാർ ഗുണരണമതി കട്ടി തുമ്പിക്കൈ ചേർക്കണം നെറ്റി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ.
എന്തായാലും വിഷു ആയതുകൊണ്ട് തന്നെ വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട്, ഒരു 2 വരി മൂളാം. മേടമാസപ്പുലരി കായലിൽ ആടിയും കതിരാടിയും നിന്നീല നയന ഭാവമായി മേടമാസപ്പുലരി കായലിൽ. താങ്ക് യു. പിന്നിലിരുന്ന ആളല്ല, മുന്നിലിരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് റിതംബേഡ് വായിക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും നാദോപാസന ഭജൻസ് ടീമാണ് ഇത്രയും നേരം, അവരുടെ വലിയ തിരക്കുള്ള ആളുകളാണ്, ഒരുപാട് വേദികളിൽ ഇങ്ങനെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ടുഡേ ന്യൂസിനോടൊപ്പം ഈ ഒരു സംഗീത യാത്രയുമായി ഈ വിഷുദിനത്തിൽ ചേരാനായിട്ട് നാദോപാസനയുടെ ടീം എത്തിയത്. അവരോട് ഒരു ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നതിനോടൊപ്പം ഒരുപാട് ഇനിയും വേദികളിലേക്ക് എത്തിച്ചേരാനും വലിയ വലിയ വേദികളിൽ നാദോപാസനയുടെ പേരിങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു ഗാനത്തോടു കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ സംഗീത യാത്ര നമുക്ക് അവസാനിപ്പിക്കാമല്ലേ. ഒപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ കൂടി നേരുന്നു. ഞങ്ങളുടെയും നാദോപാസന ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവട്ടെ, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്ന ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണയ്ക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു.
ശ്യാമമഴാകല് ശ്യാമമഴാവേ ശ്യാമമഴാകല് ശ്യാമമഴ ശ്യാമമഴാകല് ശ്യാമമഴാവേ ശ്യാമമഴാകല് ശ്യാമമഴ ഹരിമനാദുരി ഗോവിന്ദമനാദുരി ഗോവിന്ദമനാദുരി ഹരി മനാദുരി ഗോവിന്ദ മനാദുരി ഗോപരമനാദുരി നാരായണ കുഞ്ചവിഹാര ഗോവിന്ദ ഘോരകചോര ഗോവിന്ദ കുഞ്ചവിഹാര ഗോവിന്ദ ഘോരകചോര ഗോവിന്ദ കുഞ്ചവിഹാര ഗോവിന്ദ ഘോരകചോര ഗോവിന്ദ കുഞ്ചവിഹാര ഗോവിന്ദ ഘോരകചോര ഗോവിന്ദ ഗോപികാസുര വീരാഭരണ ഗോവിന്ദ ഗോപികാസുര നന്ദകിശോര വീരാഭരണ ഗോവിന്ദ ഹരി മനാദുരി ഗോവിന്ദ മനാദുരി ഗോപരമനാദുരി നാരായണ ഹരി മനാദുരി ഗോവിന്ദ മനാദുരി ഗോപരമനാദുരി നാരായണ ഹരി മനാദുരി ഗോവിന്ദ മനാദുരി ഗോപരമനാദുരി നാരായണ ഹരി മനാദുരി ഗോവിന്ദ മനാദുരി ഗോപരമനാദുരി നാരായണ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. ഉണ്ട കണ്ണുണ്ടായ പോര മോനെ, കാണണം MES ഒഫ്താൽമോളജി. അത് കറക്റ്റ്. കാണണം, നന്നായിട്ട് കാണണം. MES ഒപ്താൽമോളജി, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.